പത്തനാപുരം കലഞ്ഞൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ദാരുണ അന്ത്യമുണ്ടായി. കാറിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികളായ ജനനി, പിതാവ് സുന്ദർരാജ് എന്നിവരാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറി സമീപത്തെ ഒരു തോട്ടിലേക്ക് മറിഞ്ഞു. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളൊന്ന് കാണിച്ചു തരാം. ശരിയാണ് ഷിജോ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? SKN പുലർച്ചെ 4:37 പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഒരു വാഹനാപകടമുണ്ടായത്. എതിർദിശയിൽ വരികയായിരുന്ന ഒരു കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ശിവകാശി സ്വദേശികളായിട്ടുള്ള സുന്ദർരാജിന്റെ മകൾ ജനനി, ഇവർക്ക് 2 പേർക്കും ജീവൻ നഷ്ടമായി. ഇവർ പത്തനംതിട്ട ഭാഗത്ത് നിന്ന് ശിവകാശിയിലേക്ക് തിരികെ പോകുമ്പോഴായിരുന്നു കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപത്ത് വെച്ച് അപകടമുണ്ടായത്. ലോറി തെങ്കാശിയിൽ നിന്ന് കച്ചുകയറ്റി പത്തനംതിട്ട ഭാഗത്തേക്ക് വരികയായിരുന്നു. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റ മറ്റ് 4 പേരെയും ഇപ്പോൾ വിവിധ ആശുപത്രികളായിട്ട് പ്രവേശിപ്പിക്കുന്നു. ആദ്യം പത്തനാപുരത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളായിട്ടാണ് പ്രവേശിപ്പിച്ചത്. അവരെ ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഈ അപകടം പറ്റിയ ആളുകളെ മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആംബുലൻസ് ഡ്രൈവർ നമുക്ക് ചേരുകയാണ്. ഈ അപകടം നടന്ന സമയത്ത് ഈ അവരെ എടുക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു അവസ്ഥ? രണ്ടുപേരുടെ അവസ്ഥ ഇച്ചിരി ക്രിട്ടിക്കലായിരുന്നു, ബാക്കി ഇരുന്നവരുടെ. പിന്നെ 2 പേരെന്ന് വെച്ചാൽ ബ്ലഡ് ഒലിച്ച് നിൽക്കുമായിരുന്നു കാറയില്. അപ്പോൾ ഈ 2 പേര് സ്പോട്ടിൽ മരിച്ചു എന്നുള്ളതായിരുന്നു അല്ലേ? മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവര് മരണപ്പെട്ടെന്നാ പറഞ്ഞത്. ബോധം ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഫ്രണ്ടിൽ ഇരുന്നവർക്ക് 2 പേർക്ക് ബോധം ഉണ്ടായിരുന്നു. അവരെന്തെങ്കിലും പറഞ്ഞോ, സംസാരിക്കുകയും ചെയ്തിരുന്നോ? അവരെ എടുക്കുന്നെന്ന് പറയുന്നുണ്ട്. അല്ലാതെ നമ്മള് ഇപ്പം ഫയർഫോഴ്സ് വരാതെ അത് പൊളിച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ അതുപോലെ ജാമായിട്ടിരിക്കുവായിരുന്നു. അങ്ങനെ പിന്നെ നിന്നവരെ 2 പേരെ പത്തനാപുരം EMS ഹോസ്പിറ്റലിൽ എത്തിച്ച്. അപ്പോൾ SKN എന്തായാലും രാവിലെ 4:37 ഈ അപകടമുണ്ടായത്. എന്തായാലും 2 ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ലോറി ഇപ്പോൾ കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. ലോറിക്കുണ്ടായിരുന്ന കച്ചി ഏതാണ്ട് ഭാഗികമായിട്ട് മാറ്റിയതിനു ശേഷമാണ് 2 ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ലോറി ഇപ്പോൾ റൂട്ടിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് അപ്പുറത്തെ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാറ് ഈ സമാനമായ രീതിയിൽ ഒരു ഭാഗം പൂർണ്ണമായിട്ട് തകർന്നു കിടക്കുന്നത് കാണാൻ കഴിയും. എന്തായാലും ലോറി ഇപ്പോൾ തോട്ടിൽ നിന്ന് കരയിലേക്ക് കയറ്റിയിട്ടുണ്ട്. വലിയ ഒരു നാഷണൽ പെർമിറ്റ് ലോറിയാണ്, തമിഴ്നാട് രജിസ്ട്രേഷനാണ് കാറും ലോറിയും. അപ്പോൾ കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് തകർന്നു കിടക്കുകയാണ്. കാറിന്റെ പിൻസീറ്റിലായിരുന്നു ശിവകാശി സ്വദേശികളായിട്ടുള്ള സുന്ദർരാജും മകൾ ജനനിയും ഇരുന്നിരുന്നത്. ജനനിയുടെ ഭർത്താവ് പ്രണവിന്റെ സഹോദരൻ ശിവശങ്കർ, അങ്ങനെ 4 പേര് ഈ അപകടത്തിൽ പെട്ട കാറിൽ ഈ ഇൻഡിക്ക വാഹനത്തിൽ ഉണ്ടായിരുന്നു. ലോറിയിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ലോറി ഡ്രൈവർക്ക് സാരമായിട്ട് തന്നെ പരിക്കേറ്റുണ്ട്. ക്ലീനർക്ക് വലിയ കുഴപ്പങ്ങളില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ലോറി ഡ്രൈവറിന്റെ ഒന്നുകിൽ ഒരുപക്ഷെ ഉറങ്ങിപ്പോയതാവാം ഈ അപകട കാരണമല്ല എങ്കിൽ ലോറിയുടെ നിയന്ത്രണം തെറ്റി വന്ന അപകടം എതിർദിശ വന്ന കാറിലേക്ക് ഇടിച്ച് കയറിയതുമാവാം. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. നിരന്തരം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഈ കരഞ്ഞൂര് കൂടൽ ഈ ഭാഗങ്ങളിൽ നിരന്തരം അപകടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള ഒരു അപകടം. ശിവകാശി സ്വദേശികളായിട്ടുള്ള സുന്ദർരാജിന്റെ മകൾ ജനനി, ഈ പറയുന്ന 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. ബാക്കി പരിക്കേറ്റ 2 ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. ഈ കാറിനകത്ത് ചക്കയും റംബൂട്ടാനും അടക്കമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. വലിയ സന്തോഷത്തോടു കൂടി ആലുവ ഭാഗത്ത് നിന്ന് അവരുടെ നാടായിട്ടുള്ള ശിവകാശിയിലേക്ക് പോകും വഴിയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. അങ്ങേറ്റം ദാരുണമായിട്ടുള്ള ഒരു സംഭവം. അതിനകത്ത് 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. പുലർച്ചെ 4:37 കൃത്യം 4:37 കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപം ഈ അപകടം ഉണ്ടായത്. SKN. ഓക്കെ, ഷിജോ കുര്യനാണ് പത്തനാപുരം കലഞ്ഞൂരിൽ നിന്ന് ഈ അപകടത്തിൻ്റെ നേർസാക്ഷ്യവുമായി നമുക്കൊപ്പം ചേർന്ന്. സങ്കടകരമായ വാർത്തയാണ്, 2 പേർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.